നിങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കുന്നവരാണോ? കൈയുടെ മുട്ടിൻ്റെ ഈ ഭാഗത്തായി ഇടയ്ക്കിടയ്ക്ക് വേദന അനുഭവപ്പെടാറുണ്ട്. ലാറ്ററൽ എപ്പിക്കോണ്ടൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്ന് നെറ്റി ചുളിക്കും. പക്ഷേ ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് കാരണം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിന് 2005 ഇതേ അസുഖം വന്നിരുന്നു. അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് എടുത്ത് സ്പോർട്സിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തിരുന്നു. എന്താണ് ടെന്നീസ് എൽബോ? റിസ്റ്റ് മേളിലേക്ക് ഉയർത്തുന്ന മസിൽസ് വന്ന് ചേരുന്ന ഭാഗം നമ്മുടെ മുട്ടിൻ്റെ ഈ പുറം ഭാഗമാണ്. ഇവിടെ ആ മസിൽ വന്ന് ചേരുന്ന ഭാഗത്ത് കുറേശ്ശെ ഇളകുക, അതായത് മൈക്രോവൾഷൻ വരികയും അതിന് ഭാഗമായിട്ട് അവിടെ നീർക്കെട്ടുണ്ടാവുകയും ചെയ്യും. ഈ അസുഖത്തിൻ്റെ പേരാണ് ടെന്നീസ് എൽബോ. ടെന്നീസ് കളിക്കുന്നവർക്കും ബാഡ്മിൻ്റൺ കളിക്കുന്നവർക്കും മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും ഇത് വരാം. തുടർച്ചയായി ഈ റിസ്റ്റ് മേളിലേക്ക് ആക്കുന്ന ജോലികൾ ചെയ്യുന്നവർക്ക് ആണ് സാധ്യത കൂടുതൽ. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ നമ്മൾ അതായത് റിസ്റ്റ് മേളിലേക്ക് ആക്കുമ്പോൾ നമ്മുടെ കൈമുട്ടിൽ അനുഭവപ്പെടുന്ന, കൈമുട്ടിൻ്റെ ഈ പുറം ഭാഗത്ത് അനുഭവപ്പെടുന്ന വല്ലാത്തൊരു വേദന, അതാണ് പ്രധാന ലക്ഷണം. പിന്നെ ടേബിളിൽ കൈ വെച്ച ശേഷം നടുവിലെ വിരൽ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുമ്പോഴും ഈ ഭാഗത്ത് വേദന അനുഭവപ്പെടുന്നത് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. തുടക്കത്തിൽ നമുക്ക് റെസ്റ്റ് എടുക്കുകയും ആ ഭാഗത്ത് ഐസ് വെക്കുകയും അതോടൊപ്പം ടെന്നീസ് എൽബോ ബാൻഡ് ചുറ്റുന്നതിലൂടെയും നമുക്ക് ഒരു പരിധിവരെ നമുക്ക് വേദന കുറയ്ക്കാനും തിരിച്ച് സ്പോർട്സ് ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചു പോകാനും പറ്റും. റെസ്റ്റും ഫിസിയോയും ഐസ് ആപ്ലിക്കേഷനും എല്ലാം ചെയ്ത ശേഷവും പെയിൻ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് അവിടെ ഒരു ഇഞ്ചക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അവിടുത്തെ നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് ഒരു ലോക്കൽ സ്റ്റെറോയിഡ് ഇഞ്ചക്ഷൻ വളരെ ഫലപ്രദമാണ്. ഏതാണ്ട് 90 മുതൽ 95% ആൾക്കാർക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൊണ്ട് വേദന പരിപൂർണമായിട്ട് മാറുകയും നമുക്ക് തിരിച്ച് സ്പോർട്സിലേക്ക് പോകാനും പറ്റും. പക്ഷേ ഫിസിയോതെറാപ്പി വളരെ പ്രധാനമാണ്. വേദനയെല്ലാം മാറിയ ശേഷം ആ മസിൽസിന് ബലം ഉണ്ടാവാനായിട്ടുള്ള എക്സസൈസ് നമ്മൾ തുടർന്നും ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു 5% അതിൽ താഴെയോ രോഗികളിൽ ഓപ്പറേഷൻ വേണ്ടി വന്നേക്കാം. ആ ഭാഗത്തെ മസിൽസ് നമ്മൾ കുറച്ച് ഇളകിയിട്ടുള്ളതിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവിടെ നിന്ന് ഇളക്കി മാറ്റി അത് പൂർണ്ണമായിട്ടും തിരിച്ച് യോജിക്കത്തക്ക രീതിയിലുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന് കീ ഹോൾ വഴിയും ചെയ്യാം, അല്ലെങ്കിൽ ചെറിയൊരു മുറിവ് ഉണ്ടാക്കി വേണമെങ്കിലും അത് ചെയ്യാവുന്നതാണ്. ഓപ്പറേഷൻ വളരെ ഫലപ്രദമാണ്. Lakshmi Hospital, the trusted family hospital.